4,70,000 വോട്ടിൽ നിന്ന് മോദി വാരണാസിയിൽ 1,70,000 അല്ലേ വോട്ടിലേക്ക് ഏകദേശം 3 ലക്ഷത്തിൻ്റെ കുറവാണ് വാരണാസി മണ്ഡലത്തിൽ മാത്രം നരേന്ദ്രമോദിക്കുള്ളത്. എന്നിട്ടും ഒരാൾ ഇന്റർപ്രറ്റ് ചെയ്തത് ഇങ്ങനെയാണ്, അത് ഭരണവിരുദ്ധ വികാരമല്ല. അതെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന എനിക്ക് ഇനി മനസ്സിലാവുന്നില്ല. അയോധ്യയിലെ തോൽവി അത് ഭരണവിരുദ്ധ വികാരമല്ല. ഉത്തർപ്രദേശിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ എവിടെ യോഗി ആദിത്യനാഥിൻ്റെയും നരേന്ദ്രമോദിയുടെയും ഉത്തർപ്രദേശിൽ 64 ഉണ്ടായിരുന്ന സീറ്റ് 35 സീറ്റിലേക്ക് വീണത് ഭരണവിരുദ്ധ വികാരമല്ല. ഹരിയാനയിൽ 10 തൂത്തുവാരിയ ഹരിയാനയിൽ താഴേക്ക് പോയത് ഭരണവിരുദ്ധ വികാരമല്ല. രാജസ്ഥാനിൽ 25 തൂത്തുവാരിയെ BJP താഴേക്ക് പോയത് ഭരണവിരുദ്ധ വികാരമല്ല. എനിക്ക് ആ ഇന്റർപ്രിട്ടേഷനും അനാലിസിസും മനസ്സിലാവുന്നതേ ഇല്ല. ഓരോ സംസ്ഥാനങ്ങളും നമ്മളിപ്പോൾ വിലയിരുത്തിയിട്ടുള്ള ഓരോ സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള ഫാക്ടേഴ്സ് വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണല്ലോ മീറ്റ് ദി എഡിറ്റേഴ്സിൽ തുടർച്ചയായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു മുന്നേറ്റം ഉണ്ടായത്? കൃത്യമായ റീസണിംഗ് ഉണ്ട് നമുക്ക്. അതവിടെ ഉള്ളി കർഷകർ അനുഭവിച്ചിട്ടുള്ള പ്രതിസന്ധി, അവരെങ്ങനെയാണ് മോദി ഗവൺമെൻറ്റിനെതിരായത്, ഫട്നവിസ് ഗവൺമെൻറ്റിനെതിരായത്. അതേപോലെ തന്നെയാണ് മറാത്ത റിസർവേഷൻ്റെ പ്രശ്നം. അതുപോലെ തന്നെയാണ് ഗുജറാത്തിലേക്ക് വ്യവസായങ്ങൾ പോകുന്നതുമായി ബന്ധപ്പെട്ട മറാത്ത വികാരം. ഇതെല്ലാം തന്നെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങളാണെന്ന് അക്കമിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ രാജസ്ഥാനിലേക്ക് വരുമ്പോൾ രാജ്പുത്തുകളുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം, പുരുഷോത്തം റുപാല എന്ന് പറയുന്ന BJPയുടെ നേതാവ് ഇളക്കി വിട്ട ആ വികാരം രാജ്പുത്ത് വികാരമായി രാജസ്ഥാനിൽ ആഞ്ഞടിക്കുമെന്നുള്ളത് നമ്മൾ എണ്ണി പറഞ്ഞൊരു കാര്യമാണ്. രാജസ്ഥാനിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ഉത്തർപ്രദേശിൽ ഈ 400 സീറ്റ് എന്ന് പറഞ്ഞ BJPയുടെ പ്രഖ്യാപനമുണ്ടല്ലോ, അത് തന്നെയാണ് ബുമറാങ് ചെയ്ത്. ആ ഒറ്റ കാര്യം കൊണ്ട് നേരത്തെ സുജയ പറഞ്ഞ കൃത്യമാണ്. ഈ ഭരണഘടന തിരുത്താൻ പോകുന്നവരാണിവർ. ഇത് തിരുത്തിയാൽ ഈ നിങ്ങൾക്ക് കിട്ടുന്ന സംവരണ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ പോകുമെന്ന് ന്യൂക്കാൻ കോർണറിൽ ഗ്രൗണ്ട് ലെവലിൽ സമാജ്വാദി പാർട്ടിക്ക് പറഞ്ഞെത്തിക്കാൻ കഴിഞ്ഞു. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ വിജയം. ഒപ്പം ഈ രാജ്പുട്ടുകൾ അടക്കമുള്ള വിഭാഗങ്ങളെ എതിർത്തതും. അതുകൂടാതൊരു ഫാക്ടർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യം മുതൽ പറയുന്നതാണ്. യോഗി ആദിത്യനാഥ്, ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഈ പറയുന്ന ഉത്തർപ്രദേശിലെ വലിയ തിരിച്ചടിക്ക് BJPക്ക് കാരണമായിട്ടുള്ള ഒരു കാര്യം യോഗി ആദിത്യനാഥാണ്. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നയാളെ ഏറ്റവും ചെറിയ മുഖമായി പോസ്റ്ററിൽ വെച്ചുകൊണ്ട്, അവിടുത്തെ ഏറ്റവും വലിയ വോട്ട് ക്യാച്ചറിനെ ചെറിയ മുഖമാക്കി വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയാണ് പൂർണ്ണമായും അവിടെ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത്. ആദിത്യനാഥ് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രവുമല്ല, ആദിത്യനാഥിന് ഈ പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഒരിക്കൽ കൂടി അതികരുത്തരായി ഡൽഹിയിൽ വേണ്ട എന്ന തീരുമാനവും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഗുജറാത്തിൽ സീറ്റ് പോയല്ലോ, ഒരു സീറ്റ് പോയില്ലേ ഗുജറാത്തിൽ. ഈ രീതിയിൽ എന്നാൽ ഒന്ന് നോക്കൂ, അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത് മധ്യപ്രദേശ്. നമ്മൾ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട് മധ്യപ്രദേശ് ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കും. 100% വിജയമാണ് മധ്യപ്രദേശിൽ സംഭവിക്കുക എന്ന കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. മധ്യപ്രദേശ് നമ്മൾ ഈ കാര്യത്തിൽ കൂട്ടിയിട്ടേ ഇല്ല. ഈ രീതിയിൽ കൃത്യമായ വിശകലനങ്ങൾ തന്നെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അന്ധമായ മോദി വിരോധം പറയുകയായിരുന്നില്ല, അന്ധമായ BJP വിരോധം പറയുകയായിരുന്നില്ല. മറിച്ച് അല്ല, മോദി വിരോധവും BJP വിരോധവും ഉണ്ടാകുന്നത് സുജയ നിലപാടുമായി ബന്ധപ്പെട്ടാണ്. അത് മോദിയും BJPയും റെപ്രസെന്റ് ചെയ്യുന്നത് ബഹുസ്വരതയുടെ രാഷ്ട്രീയമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് മതേതരത്തിന്റെ രാഷ്ട്രീയമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണെന്ന് ഞാൻ കരുതുന്നില്ല. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ മോഡിയോട് വിരോധമുണ്ട്, BJPയോട് വിരോധമുണ്ട്, NDAയോട് വിരോധമുണ്ട്. പക്ഷേ ഈ പറയുന്ന വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഒരിക്കൽ പോലും NDAയും BJPയും പോകില്ല എന്ന് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഓരോ സംസ്ഥാനങ്ങളിലും എന്തൊക്കെയാണ് ഗ്രൗണ്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അക്കമിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ആ ഫാക്ടേഴ്സ് ഒക്കെ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. തൊഴിലില്ലായ്മ വർക്ക് ചെയ്തു, വിലക്കയറ്റം വർക്ക് ചെയ്തു, ഈ രീതിയിലുള്ള ഓരോ വിഷയങ്ങളും മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം വർക്ക് ചെയ്തു. വിഷയങ്ങൾ ഉയർത്തിയിട്ടും എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞു? അധികാരത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞിട്ടില്ല. അധികാരത്തിലേക്ക് ഇന്ത്യ മുന്നണി എത്തും എന്നുള്ള ഒരു പ്രവചനം നമ്മളാരും നടത്തിയിട്ടില്ല. മറിച്ച് ഒരു ഫോർമിഡബിൾ ഒപ്പോസിഷൻ ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്നു. എന്താണ് പറഞ്ഞത്? മാർച്ച് 15 ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് അവസാനിച്ച പാർലമെന്റ് സമ്മേളനത്തിൽ നരേന്ദ്രമോദി ഇന്ത്യയോട് പറയുന്നു 400 സീറ്റുമായി ഞങ്ങൾ തിരിച്ചു വരുമെന്ന്. നിർമ്മലാ സീതാരാമൻ പറയുന്നു ജൂലൈയിൽ ഒരു ബജറ്റ് അവതരിപ്പിക്കാനുണ്ട്, 400 സീറ്റുകളുമായി ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ആ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് പറയുന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് 400 സീറ്റ് എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായിരിക്കില്ല ഈ മത്സരമെന്നും അനായാസമായിരിക്കില്ല BJPക്ക് തെരഞ്ഞെടുപ്പെന്നും നരേന്ദ്രമോദി വിയർക്കുകയാണെന്നും പറഞ്ഞിട്ടുണ്ടെന്നേ ഈ ഫ്ലോറിലിരുന്ന് ഒരു സംശയവും വേണ്ട. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അധികാരത്തിലേക്ക് വരുമെന്നൊന്നും ആരും പ്രവചിച്ചിട്ടില്ല. മറിച്ച് രാജ്യത്തൊരു വലിയ പ്രതിപക്ഷം ഉണ്ടാകും. രാജ്യത്ത് മോദി വിരുദ്ധ തരംഗമുണ്ടെന്നല്ലേ നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത്. മോദി വേവ് ഇല്ല, ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് സാറേ. മോദി വേവ് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നല്ലോ. ഇതിനകത്ത് കുറെ പാളിച്ചകൾ അത് ജനം ചൂണ്ടിക്കാട്ടുന്നത് അവർ അംഗീകരിക്കണം. അത് ആ പാർട്ടി തിരുത്തേണ്ടതാണ്. തിരുത്തേണ്ട ഘടകങ്ങളുണ്ട്.
ഘടകങ്ങളുണ്ട്. അത് തിരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഇംപ്രൂവ് ചെയ്ത് തിരിച്ചു വരാനുള്ള സ്കോപ്പ് അവിടെ കിടക്കുകയാണ്.